അപ്പോൾ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷൻ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച കാര്യം തന്നെയാണ്. എങ്കിലും നമുക്കതൊരു ഇൻട്രോ ആയിട്ട് പറയാം. അതായത് എന്താണ്, 15-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് യൂറോപ്യർ വ്യാപാരത്തിനായി കേരള തീരത്ത് എത്തുന്നു. കേരളവുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നവരിൽ പ്രധാനികൾ ആരായിരുന്നു? അറബികളും ചൈനക്കാരുമായിരുന്നു. ഓക്കെ, 15-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് കേരളവുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നവരിൽ പ്രധാനികൾ ആരായിരുന്നു? അറബികളും ചൈനക്കാരും ആയിരുന്നു. അപ്പോൾ അവരുടെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു ആരുടെ ലക്ഷ്യം? പോർച്ചുഗീസുകാരുടെ ലക്ഷ്യം. അപ്പോൾ അവര് കോഴിക്കോട്ടെ ഭരണാധികാരിയായിട്ടുള്ള സാമൂതിരിയോട് എന്ത് പറയുന്നു? അറബി കച്ചവടക്കാരെ പുറത്താക്കണം എന്ന് ആവശ്യപ്പെടും. പക്ഷെ എന്ത് സംഭവിക്കില്ല? സാമൂതിരി അതിന് തയ്യാറാകുന്നില്ല. അപ്പോൾ എന്താണ്, പോർച്ചുഗീസുകാർ കുപിതരായി അവരെന്ത് ചെയ്തു? കോഴിക്കോടിന്റെ ശത്രു രാജ്യമായിട്ടുള്ള കൊച്ചിയിൽ താവളം ഉറപ്പിക്കുകയും കേരളത്തിൽ ആധിപത്യം നേടാനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്തു. കുഞ്ഞാലി മരക്കാർമാരുടെ നേതൃത്വത്തിലുള്ള സാമൂതിരിയുടെ നാവികപ്പട, അല്ലെ, നമ്മൾ പറഞ്ഞു സാമൂതിരിയുടെ നാവിക തലവന്മാരുടെ സ്ഥാനപ്പേരാണ് കുഞ്ഞാലി മരക്കാർമാർ. അപ്പൊ കുഞ്ഞാലി മരക്കാർമാരുടെ നേതൃത്വത്തിലുള്ള സാമൂതിരിയുടെ നാവിക പടയാണ് ആർക്കെതിരെ? പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയത്. പക്ഷെ എന്തു പറ്റിയില്ല? അവർ വിജയിക്കാനായില്ല. പോർച്ചുഗീസുകാരെ കൂടാതെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും എല്ലാവരും വ്യാപാര കുത്തക നേടിയെടുക്കുന്നതിനായിട്ട് പരസ്പരം മത്സരിച്ചു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു, അല്ലെ? അപ്പൊ കുരുമുളകിന് വേണ്ടിയായിരുന്നു ഈ മത്സരങ്ങളെല്ലാം, അതും നമ്മൾ പറഞ്ഞതായിരുന്നു, അല്ലെ? അപ്പൊ യൂറോപ്യൻസിന് ആവശ്യമായിട്ടുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളാണ്. അപ്പൊ കുരുമുളകിന് വേണ്ടിയായിരുന്നു ഈ മത്സരങ്ങളെല്ലാം. 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തി, അല്ലെ? 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക വർഷം. 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തി. എന്നാൽ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. അപ്പോൾ 1741 കുളച്ചൽ യുദ്ധം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, വർഷം ഓർത്തിരിക്കുക. 1741 കുളച്ചൽ യുദ്ധം. നമ്മൾ പഠിച്ചതാണ്, എങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ഡച്ചുകാരെ പരാജയപ്പെടുത്തുന്നു. അവർക്ക് കേരളം വിട്ടു പോകേണ്ടി വരുന്നു. അങ്ങനെ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ എന്ത് നടക്കുന്നു? യുദ്ധം നടക്കുന്നു. അവർ തമ്മിലുള്ള യുദ്ധം അറിയപ്പെടുന്ന പേരെന്താണ്? കർണാട്ടിക് യുദ്ധം. നമ്മൾ പഠിച്ചതായിരുന്നു, അല്ലെ? അപ്പൊ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന കർണാട്ടിക് യുദ്ധം. അപ്പൊ നമ്മൾ ഓരോ ചാപ്റ്റർ ഇങ്ങനെ ഞാൻ പറഞ്ഞ ഓർഡറിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അധികം കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. കാരണം ആദ്യത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള പകുതി കാര്യങ്ങൾ തന്നെയാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആ കണ്ടിന്യൂവേഷൻ ആണ് വരുന്നത്. അപ്പൊ ആ ഓർഡറിൽ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് അതേ ഓർഡറിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ഈ എല്ലാ ചാപ്റ്ററും 5 ചാപ്റ്ററും കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നമുക്ക് തറോ ആയിട്ടുണ്ടാവും എല്ലാ കാര്യങ്ങളും. അപ്പൊ ഈ ഓർഡറിൽ തന്നെ പഠിച്ചു പോവുക. അപ്പൊ നോക്കാം, ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് എന്ത്? കർണാട്ടിക് യുദ്ധങ്ങൾ. അപ്പൊ അതിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചു. അതോടുകൂടിയിട്ട് ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തക ആർക്ക് സ്വന്തമായി? ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്? 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തുന്നത്. അതുപോലെ കുളച്ചൽ യുദ്ധം, വർഷം ഓർത്തിരിക്കുക, 1741. അടുത്തത് കുഞ്ഞാലി മരക്കാർമാരെ കുറിച്ചിട്ടാണ് പഠിക്കേണ്ടത്. ആരാണ് കുഞ്ഞാലി മരക്കാർമാർ? നമ്മൾ പഠിച്ചു, കോഴിക്കോട്ട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു ആര്? കുഞ്ഞാലി മരക്കാർമാർ. സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ. കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയായിരുന്നു ഇവരുടെ ആസ്ഥാനം. അപ്പൊ കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനം എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയായിരുന്നു ഇവരുടെ ആസ്ഥാനം. ഇവർ 4 പേരുണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞാലി മരക്കാർമാർ എന്ന് പറയുന്നത് അവരുടെ സ്ഥാനപ്പേരാണ് കുഞ്ഞാലി മരക്കാർമാർ. കോഴിക്കോട്ട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവിക തലവന്മാരുടെ സ്ഥാനപ്പേരാണ് കുഞ്ഞാലി മരക്കാർമാർ. ഇവർ 4 പേരാണ് ഉണ്ടായിരുന്നത്. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. ഓർത്തിരിക്കുക, പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചുപിടിക്കാനായിട്ട് സാമൂതിരിയെ സഹായിച്ചത് ആരാണ്? കുഞ്ഞാലി മൂന്നാമനാണ്. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. എന്താണ്? ഫത്ഹുൽ മുബീൻ. അപ്പോൾ ഖാസി മുഹമ്മദിന്റെ നേരത്തെ നമ്മളൊരു കൃതി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇതും കൂടെ ഓർത്തിരിക്കുക.
ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്നത് ആരെഴുതിയതാണ്? ഖാസി മുഹമ്മദിൻ്റെതാണ്. അപ്പൊ ചാലിയം കോട്ട, പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നതാണ് ഡച്ചുകാരുടെ വിനാശത്തിന് കാരണമായിട്ടുള്ള യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? 1741. അത് ഓർത്തിരിക്കുക. അപ്പോൾ കുളച്ചൽ യുദ്ധം പഠിച്ചു 1741. അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോകുകയായിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു. ഇത് ആറ്റിങ്ങൽ കലാപം എന്ന് അറിയപ്പെടുന്നു. അപ്പൊ 1721 എന്ത് നടക്കുന്നത്? ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. അപ്പൊ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോകുകയായിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു. ഇതാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഇമ്പോർട്ടന്റ് ആണ്. 1721 എന്ത് നടക്കുന്നത്? ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായാണ് ആറ്റിങ്ങൽ കലാപത്തെ കണക്കാക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ആറ്റിങ്ങൽ കലാപമാണ്. അപ്പോൾ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ന് പറയുന്നത് ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ 1792 ഒപ്പിട്ട ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അപ്പോൾ ശ്രീരംഗപട്ടണം എന്ന് പറയുന്ന ഉടമ്പടി എപ്പോഴാണ്? 1792 മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം സന്ധി. അത് ഏത് വർഷമാണ്? 1792 ഒപ്പുവെക്കുന്നത്. ആ സന്ധി പ്രകാരം മലബാർ ആർക്ക് ലഭിച്ചു? ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അപ്പൊ വർഷം ഇമ്പോർട്ടന്റ് ആണ്. 1792 ശ്രീരംഗപട്ടണം സന്ധി. മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പുവെച്ചതാണ്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു ആ സന്ധിയിലൂടെ. ദെൻ 1792 കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതനായി. 1795 ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്? കുളച്ചൽ യുദ്ധം ഓർത്തിരിക്കുക, ആറ്റിങ്ങൽ കലാപം 1721, കുളച്ചൽ യുദ്ധം 1741, ദെൻ എന്താണ് 1792 ശ്രീരംഗപട്ടണം സന്ധി, മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിലാണെന്ന് ഓർത്തിരിക്കുക. അടുത്തത് വരുന്നത് പഴശ്ശി കലാപങ്ങളാണ്. പഴശ്ശി കലാപങ്ങൾ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ്. അപ്പൊ പഴശ്ശി കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? കേരളവർമ്മ പഴശ്ശിരാജയാണ്. കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ് പഴശ്ശി കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത്. നോട്ട് ചെയ്ത് വെക്കുക. മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ വിജയിച്ച ശേഷം വാഗ്ദാനം നിറവേറ്റാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. മാത്രവുമല്ല, വയനാടിനുമേൽ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. ഇതിനെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവായ തലക്കൽ ചന്തു എന്നിവരുടെ സഹായത്താൽ പഴശ്ശി ശക്തമായ ഒളിപ്പോർ നടത്തി. അപ്പോൾ പഴശ്ശി രാജാവിനെ ഒളിപ്പോരിൽ സഹായിച്ചത് ആരൊക്കെയാണ്? ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവായ തലക്കൽ ചന്തു. അപ്പൊ ഈ പേരുകൾ ഇമ്പോർട്ടന്റ് ആണ്. പഴശ്ശി രാജയെ ഒളിപ്പോരിൽ സഹായിച്ചത് ആരാണ്? ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവായ തലക്കൽ ചന്തു എന്നിവരാണ്. അപ്പോൾ പോരാട്ടത്തിനിടയിൽ 1805 നവംബർ 30 പഴശ്ശിരാജ വധിക്കപ്പെട്ടു. അപ്പോൾ
പഴശ്ശിരാജ വധിക്കപ്പെട്ട വർഷം 1805 നവംബർ 30-നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുക. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വേറെ ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ SCERT-യിലുള്ള പോയിന്റ്സ് ഇത്രയാണ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചിരിക്കുക. എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ്. അപ്പോൾ പഴശ്ശി കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് കേരളവർമ്മ പഴശ്ശിരാജയാണ്. അദ്ദേഹത്തെ ഒളിപ്പോരിൽ സഹായിച്ചത് ആരാണ്? ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവായ തലയ്ക്കൽ ചന്തു. അപ്പോൾ അദ്ദേഹത്തെ ഒളിപ്പോരിൽ സഹായിച്ച ആദിവാസി വിഭാഗം, വയനാട്ടിലെ ആദിവാസി വിഭാഗം ഏത് എന്ന് ചോദിച്ചാലും ആരാണ്? കുറിച്യറാണ്. കുറിച്യറാണ് ആദിവാസി വിഭാഗം. കുറിച്യരുടെ നേതാവ് ആരാണ്? തലയ്ക്കൽ ചന്തു ആണ്. ഓക്കെ, അപ്പോൾ പഴശ്ശി രാജാവ് വധിക്കപ്പെട്ടത് എപ്പോഴാണ്? 1805 നവംബർ 30-നാണ്. പഠിച്ചിരിക്കുക. അടുത്തത് വേലുത്തമ്പിയും പാലിയത്തച്ഛനും. തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെതിരെയാണ് ദിവാൻമാരായ വേലുത്തമ്പിയും പാലിയത്തച്ഛനും പ്രതിഷേധിച്ചത്. എന്തിനെതിരെയാണ്? തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെതിരെയാണ് ദിവാൻമാരായ വേലുത്തമ്പിയും പാലിയത്തച്ഛനും പ്രതിഷേധിച്ചത്. അപ്പോൾ 1809 ജനുവരി 11 പുറത്തിറക്കിയ കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്തു. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് കുണ്ടറ വിളംബരത്തിലെ സെന്റൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. ഏത് വർഷമാണ്? 1809 ജനുവരി 11-നാണ് കുണ്ടറ വിളംബരം പുറത്തിറക്കുന്നത്. 1809 ജനുവരി 11. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, ഡേറ്റ് ഓർത്തിരിക്കുക. 1809 ജനുവരി 11-നാണ് കുണ്ടറ വിളംബരം വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ബ്രിട്ടീഷ് റെസിഡന്റ് മെക്കാളെയുടെ ഔദ്യോഗിക വസതി ആക്രമിച്ചു. പക്ഷെ ബ്രിട്ടീഷ് സൈന്യത്തിനു മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്കായില്ല. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ വേലുത്തമ്പി ദളവ മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വച്ച് ആത്മഹത്യ ചെയ്തു. അപ്പോൾ വേലുത്തമ്പി ദളവ എവിടെ വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത്? മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും തിരുവിതാംകൂറിലൊക്കെ ബ്രിട്ടീഷുകാർ ഇടപെട്ടതിനെ എതിർത്തുകൊണ്ടാണ് വേലുത്തമ്പിയും പാലിയത്തച്ഛനും പ്രതിഷേധിച്ചത്. അപ്പോൾ വേലുത്തമ്പി ദളവ പുറപ്പെടുവിച്ചതാണ് കുണ്ടറ വിളംബരം. എപ്പോഴാണ്? 1809 ജനുവരി 11-നാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. അദ്ദേഹം എവിടെയാണ് ആത്മഹത്യ ചെയ്തത്? വേലുത്തമ്പി ദളവ മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വച്ചിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അടുത്തത് കേരള സിംഹം. അതായത് നമ്മൾ പഴശ്ശി കലാപം പറഞ്ഞു അല്ലെ? അപ്പോൾ പഴശ്ശി രാജയെ കുറിച്ചാണ് ഇനി പറയുന്നത്. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെട്ട പഴശ്ശി രാജയെ ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ എന്നും പറയുന്നുണ്ട്. അപ്പൊ കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശി രാജയാണ്. അദ്ദേഹത്തെ ബ്രിട്ടീഷ് രേഖകളിൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? പൈച്ചി രാജ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് പഴശ്ശി സ്മാരകത്തിന്റെ ചിത്രം ഇവിടെ കാണാനായിട്ട് പറ്റും. എവിടെയാണത്? മാനന്തവാടിയിലാണ്. ഓക്കെ, പഴശ്ശി സ്മാരകം മാനന്തവാടിയിലാണ്. അതിന്റെ പിക്ചർ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പൊ കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശി രാജയാണ്. അദ്ദേഹത്തെ ബ്രിട്ടീഷ് രേഖകളിൽ എന്ത് വിളിക്കുന്നു? പൈച്ചി രാജ എന്ന് പറയുന്നു. അതുപോലെ തന്നെ കൊട്ടിയോട്ട് രാജ എന്നും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പൊ കൊട്ടിയോട്ട് രാജ, പൈച്ചി രാജ, കേരള സിംഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശി രാജാവാണ്. ഓക്കെ, കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജയാണ്. പഴശ്ശി രാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ KM പണിക്കർ കേരള സിംഹം എന്ന പേരിൽ ഒരു ചരിത്ര നോവൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശി രാജാവാണ്. കേരള സിംഹം എന്ന ചരിത്ര നോവൽ എഴുതിയത് ആരാണ്? സർദാർ KM പണിക്കർ. അപ്പൊ പഴശ്ശി രാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ KM പണിക്കർ എഴുതിയ നോവലാണ് കേരള സിംഹം എന്ന് പറയുന്നത്. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തന്റെ വജ്രമോതിരം വിഴുങ്ങി പഴശ്ശി രാജാവ് ആത്മഹത്യ ചെയ്തതായിട്ടാണ് നോവലിൽ പരാമർശിക്കുന്നത്. അപ്പൊ സർദാർ KM പണിക്കർ തന്റെ നോവലിൽ എങ്ങനെയാണ് പരാമർശിച്ചിരിക്കുന്നത്? ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തന്റെ വജ്രമോതിരം വിഴുങ്ങി ആത്മഹത്യ ചെയ്തതായിട്ടാണ് നോവലിൽ പരാമർശിച്ചിരിക്കുന്നത്. അപ്പൊ സർദാർ KM പണിക്കറാണ് കേരള സിംഹം എന്ന് പറയുന്ന നോവൽ എഴുതുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നതാണ് വേലുത്തമ്പി ദളവയുടെ മണ്ണടിയിലുള്ള സ്മാരകം എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ സ്മാരകം
അതുപോലെ അദ്ദേഹത്തിന്റെ പ്രതിമയും. ഓക്കെ, മണ്ണടിയിലാണ് വേലുത്തമ്പി ദളവയുടെ സ്മാരകവും പ്രതിമയും കാണപ്പെടുന്നത്. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ബ്രിട്ടീഷുകാരാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. ബേപ്പൂർ മുതൽ തിരൂർ വരെ നീണ്ടുകിടക്കുന്ന ഈ റെയിൽപാത 1861 നിർമ്മിച്ചത്. അപ്പോൾ നമുക്ക് 3 പോയിന്റ് കിട്ടി. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. എവിടം മുതൽ എവിടം വരെയാണ്? ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് റെയിൽപാത. അത് നിർമ്മിച്ച വർഷം എപ്പോഴാണ്? 1861. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത 1861 ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് ബ്രിട്ടീഷുകാരാണ് നിർമ്മിച്ചത്. ഓക്കെ ആണല്ലോ, 3 പോയിന്റ് കിട്ടി. അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനും വ്യവസായ ഉൽപ്പന്നങ്ങൾ വിദൂര ഗ്രാമങ്ങളിൽ പോലും എത്തിക്കുന്നതിനും റെയിൽവേയെ ബ്രിട്ടീഷുകാർ ഉപയോഗപ്പെടുത്തിയിരുന്നു. അടുത്തത് ഭൂബന്ധങ്ങളിലുണ്ടായ മാറ്റങ്ങൾ. അതായത് ബ്രിട്ടീഷ് ഭരണം ഭൂമിയുടെ മേൽ വിവിധ ജനവിഭാഗങ്ങൾക്കുണ്ടായിരുന്ന അവകാശങ്ങളിൽ വലിയ മാറ്റം വരുത്തി. പ്രാദേശിക നാടുവാഴികളെയും ജന്മിമാരെയും ഭൂവുടമകളായി കണക്കാക്കുകയും അവർ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട നികുതി മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. അപ്പോൾ ജന്മിമാരും നാടുവാഴികളും കുടിയാന്മാരുടെ മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയും കൃഷിക്കാരെ കുടിയൊഴിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയായപ്പോൾ മലബാറിലെ കൃഷിക്കാരുടെ ജീവിതം കൂടുതൽ പരിതാപകരമായി. അപ്പോൾ മാപ്പിള കലാപങ്ങൾ അല്ലെ, മലബാർ കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച ലോഗൻ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ, അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചോദ്യം കിട്ടി. മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് നിയമിച്ച കമ്മീഷൻ ഏതാണ്? ലോഗൻ കമ്മീഷൻ ആണ്. അപ്പൊ നമുക്ക് കിട്ടിയ ചോദ്യം എന്താണ്? മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് നിയമിച്ച കമ്മീഷൻ ലോഗൻ കമ്മീഷൻ ആണ്. ലോഗൻ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 1929 മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയതോടെ കർഷകർക്ക് ഭൂമിയുടെ മേൽ നാമമാത്രമായെങ്കിലും അവകാശം ലഭിച്ചു. അപ്പോൾ മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് നിയമിച്ച കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ. ലോഗൻ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 1929 മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കുന്നത്. അപ്പോൾ മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കുന്നത് എപ്പോഴാണ്? 1929. ഇനി അടുത്തത് പണ്ടാരപ്പാട്ട വിളംബരം. എന്താണ് പണ്ടാരപ്പാട്ട വിളംബരം എന്ന് വെച്ചാൽ, തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ തന്നെ ഭൂവുടമ ബന്ധങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നു. മാടമ്പിമാരുടെ ഭൂമിയെല്ലാം പണ്ടാരം വക ഭൂമിയായിട്ട് മാറി. പണ്ടാരം വക എന്ന് വെച്ചാൽ സർക്കാർ വക ഭൂമിയായിട്ട് മാറി. ഈ പണ്ടാരം വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടുള്ള സുപ്രധാന വിളംബരം 1865 തിരുവിതാംകൂർ സർക്കാർ പുറപ്പെടുവിച്ചു. ഇതാണ് എന്തറിയപ്പെടുന്നത്? പണ്ടാരപ്പാട്ട വിളംബരം. അപ്പൊ നമുക്ക് ഇവിടെ വർഷമാണ് ഇമ്പോർട്ടന്റ്, ഓർത്തിരിക്കാം. പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? 1865 പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിക്കുന്നത്. 1896 പാസാക്കിയ ജന്മി കുടിയാൻ നിയമപ്രകാരം, അപ്പൊ 1896 എന്ത് പാസ്സാക്കുന്നത്? ജന്മി കുടിയാൻ നിയമം പാസ്സാക്കുന്നത്. അത് പ്രകാരം തിരുവിതാംകൂറിൽ കുടിയാന് ഭൂമിയുടെ മേൽ ഉടമാവകാശം ലഭിച്ചു. ഓക്കെ, അപ്പൊ 1865 പണ്ടാരപ്പാട്ട വിളംബരം നടക്കുന്നത്. 1896 പാസാക്കിയ ജന്മി കുടിയാൻ നിയമപ്രകാരമാണ് തിരുവിതാംകൂറിൽ കുടിയാന് ഭൂമിയുടെ മേൽ ഉടമാവകാശം ലഭിക്കുന്നത്. അതുപോലെ 1914 കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നത്. 1914 കൊച്ചിയിൽ എന്ത് നിലവിൽ വരുന്നത്? കുടിയായ്മ നിയമം നിലവിൽ വരുന്നത്. അടുത്തത് കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം. ബ്രിട്ടീഷ് ആധിപത്യം കേരളത്തിലെ കാർഷിക രീതിയിൽ വലിയ മാറ്റങ്ങൾക്കാണ് വഴിതെളിയിച്ചത്. കേരളീയ ഉൽപ്പന്നങ്ങൾക്ക് വിദേശ കമ്പോളങ്ങളിൽ ധാരാളം ആവശ്യക്കാരുണ്ടായിരുന്നു. മലയോര പ്രദേശങ്ങളിൽ കാപ്പി, തേയില, ഏലം, റബ്ബർ എന്നിവ വൻകിട തോട്ടങ്ങളിലായി കൃഷി ചെയ്യാൻ തുടങ്ങി. മറ്റു വിളകൾ കൃഷി ചെയ്തതോടുകൂടി നെല്ലിന്റെ ഉൽപ്പാദനം എന്ത് ചെയ്തു? കുറയുകയും ചെയ്തു. പല പ്രദേശങ്ങളിലും ഭക്ഷ്യക്ഷാമം പടർന്നു പിടിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിന് പരിഹാരമായിട്ടാണ് മരച്ചീനി കൃഷി വ്യാപിപ്പിക്കുന്നത്. ഇതേ കാലത്ത് തന്നെയാണ് ബ്രിട്ടീഷുകാരനായ കോനോലിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ തേക്കുതോട്ടം ആരംഭിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരനായ കോനോലിയുടെ നേതൃത്വത്തിലാണ് എന്താ ആരംഭിക്കുന്നത്? നിലമ്പൂരിൽ തേക്കുതോട്ടം ആരംഭിക്കുന്നത്. ഈ തോട്ടങ്ങൾ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥതയിലായിരുന്നു. വനഭൂമി വൻതോതിൽ ബ്രിട്ടീഷുകാർക്ക് പതിച്ചു നൽകിയും
തോട്ടങ്ങളിലേക്ക് ഗതാഗത സൗകര്യം ഏർപ്പെടുത്തിയും തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ തോട്ടകൃഷി പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ കേരളം വാണിജ്യ വിളകൾ കൃഷി ചെയ്യുന്ന പ്രദേശമായി മാറി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കേരളം വാണിജ്യ വിളകൾ കൃഷി ചെയ്യുന്ന പ്രദേശമായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്? കോനോലി, ബ്രിട്ടീഷുകാരനായിട്ടുള്ള കോനോലിയുടെ നേതൃത്വത്തിലാണ് നിലമ്പൂരിൽ എന്ത് ആരംഭിക്കുന്നത്? തേക്ക് തോട്ടം ആരംഭിക്കുന്നത്. അടുത്തത് കോനോലി പ്ലോട്ട്. എന്താണ് കോനോലി പ്ലോട്ട് എന്ന് പറയുന്നത്? വ്യാപാര ആവശ്യത്തിനുള്ള കപ്പലുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് വൻതോതിൽ തേക്കുമരങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആവശ്യമായിട്ട് വന്നു. അപ്പോൾ തേക്കിന് പറ്റിയ മലബാറിലെ വളക്കൂറുള്ള മണ്ണിൽ തേക്കുമരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ എന്ത് ചെയ്തു? കളക്ടറായിട്ടുള്ള ഹെൻറി വാലന്റൈൻ കോനോലിയെ കമ്പനി ചുമതലപ്പെടുത്തി. നിലമ്പൂർ മേഖലയിലെ 1500 ഏക്കറിലും കോനോലി എന്ത് ചെയ്തു? തേക്ക് വെച്ച് പിടിപ്പിച്ചു. ഇതാണ് പിന്നീട് എന്തറിയപ്പെട്ടത്? കോനോലി പ്ലോട്ട് എന്നറിയപ്പെട്ടത്. അപ്പോൾ കോനോലി പ്ലോട്ട് എന്ന് പറയുന്നത് എന്താണ്? വ്യാപാര ആവശ്യത്തിനുള്ള കപ്പലുകൾ നിർമ്മിക്കുന്നതിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് തേക്കുകൾ ആവശ്യമായിട്ട് വന്നപ്പോൾ കളക്ടറായിട്ടുള്ള ഹെൻറി വാലന്റൈൻ കോനോലിയെ ചുമതലപ്പെടുത്തി തേക്ക് വെച്ച് പിടിപ്പിക്കാനായിട്ട്. അപ്പം നിലമ്പൂർ മേഖലയിലുള്ള 1500 ഏക്കറിലും കോനോലി എന്ത് വെച്ച് പിടിപ്പിച്ചു? തേക്ക് വെച്ച് പിടിപ്പിച്ചു. അതാണ് പിന്നീട് കോനോലി പ്ലോട്ട് എന്ന് അറിയപ്പെട്ടിരുന്നത്. അടുത്തത് തോട്ട വ്യവസായത്തിൻ്റെയും പരമ്പരാഗത വ്യവസായത്തിൻ്റെയും വളർച്ച എന്നുള്ള ഭാഗമാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് 1859 ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായി. അപ്പോൾ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. 1859 ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമാകുന്നത്. കശുവണ്ടി ഫാക്ടറികൾ കൊല്ലം കേന്ദ്രമായി വളർന്നു വന്നു. അപ്പോൾ കയർ ഫാക്ടറി ആലപ്പുഴ ജില്ലയിലും കശുവണ്ടി ഫാക്ടറികൾ കൊല്ലം കേന്ദ്രമായിട്ടാണ് ഉണ്ടായിരുന്നത്. ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഓട്ട് കമ്പനികളും കണ്ണൂരും കോഴിക്കോട്ടും കൈത്തറി നിർമ്മാണശാലകളും ആരംഭിച്ചു. ബീഡി വ്യവസായം കണ്ണൂർ കേന്ദ്രമായി വളർന്നു വന്നു. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 1859 ആദ്യത്തെ കയർ ഫാക്ടറി വരുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. കശുവണ്ടി ഫാക്ടറികൾ എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ എന്നീ പ്രദേശങ്ങളിലാണ് ഓട്ട് കമ്പനികൾ വരുന്നത്. കണ്ണൂരും കോഴിക്കോടും കൈത്തറി നിർമ്മാണശാലകളും ബീഡി വ്യവസായം എവിടെയാണ്? കണ്ണൂർ കേന്ദ്രമായിട്ടാണ് വളർന്നു വന്നത്. അടുത്തത് ആധുനിക വ്യവസായങ്ങളുടെ ഉദയം. ആധുനിക വ്യവസായങ്ങളുടെ ഉദയത്തിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് പള്ളിവാസൽ വൈദ്യുതി നിലയം സ്ഥാപിക്കപ്പെട്ടത് ആധുനിക വ്യവസായങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തി. അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട മറ്റ് വ്യവസായശാലകളാണ്. അപ്പോൾ ഓരോ വ്യവസായശാലയും അത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഏത് ജില്ലയിലാണ് എന്നുള്ളത് നമുക്ക് പഠിക്കണം. അപ്പോൾ നോക്കാം. പുനലൂർ പേപ്പർ മിൽ. പുനലൂർ പേപ്പർ മിൽ എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. പുനലൂർ പേപ്പർ മിൽ എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. കളമശ്ശേരി ഫാക്ട്. കളമശ്ശേരിയിലെ ഫാക്ട്, FACT, ഫാക്ട് എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. കുണ്ടറ സിറാമിക്സ് അതെവിടെയാണ്? അത് കൊല്ലം ജില്ലയിലാണ്. കുണ്ടറ സിറാമിക്സ് കൊല്ലം ജില്ലയിലാണ്. കളമശ്ശേരിയിലെ ഫാക്ട് എറണാകുളമാണ്. പുനലൂർ പേപ്പർ മിൽ കൊല്ലം ജില്ലയിലാണ്. റബ്ബർ വർക്ക്സ് എവിടെയാണ്? റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം ജില്ലയാണ്. അളഗപ്പ തുണിമിൽ അതെവിടെയാണ്? കൊച്ചിയിലാണ്. അളഗപ്പ തുണിമിൽ കൊച്ചി. ടാറ്റ ഓയിൽ മിൽസ്. ടാറ്റ ഓയിൽ മിൽസ് എവിടെയാണ്? കൊച്ചിയിലാണ്. ഓക്കെ, ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. പുനലൂർ പേപ്പർ മിൽ കൊല്ലം, കളമശ്ശേരിയിലെ ഫാക്ട് എറണാകുളം, കുണ്ടറ സിറാമിക്സ് കൊല്ലം, റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം, ടാറ്റ ഓയിൽ മിൽസ് കൊച്ചി, അളഗപ്പ തുണിമില്ല് കൊച്ചി. ഓക്കെ, അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അതുപോലെ മൂലധനം സ്വരൂപിക്കുന്നതിനുള്ള പണമിടപാട് സ്ഥാപനങ്ങളായി ബാങ്കുകൾ ഇക്കാലത്ത് കേരളത്തിൽ വളർന്നു വന്നിരുന്നു. അപ്പൊ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്ക് ആണ്. തുടർന്ന് ഇമ്പീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക് എന്നിവ നിലവിൽ വന്നു. അപ്പൊ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് എന്താണ്? ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? നെടുങ്ങാടി ബാങ്ക് ആണ്. അടുത്തത് മിഷനറി സംഘവും പ്രവർത്തന മേഖലയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മളിത് നേരത്തെ പഠിച്ചു അല്ലെ, മുന്നത്തെ ചാപ്റ്ററിലൊക്കെ പഠിച്ചു. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ഓർമ്മയുണ്ടല്ലോ. ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറാണ് പ്രവർത്തന മേഖല.
ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല എവിടെയാണ്? കൊച്ചിയും തിരുവിതാംകൂറും. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല എവിടെയാണ്? മലബാർ ആണ്, മലബാർ. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. അടുത്തത് സാംസ്കാരിക മേഖലയിലെ ബ്രിട്ടീഷ് സ്വാധീനം. സാംസ്കാരിക മേഖലയിലെ ബ്രിട്ടീഷ് സ്വാധീനം, അതായത് ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് യൂറോപ്യന്മാരുടെ വരവോടെയാണ് കേരളത്തിൽ അച്ചടി ആരംഭിച്ചത്. അപ്പൊ കേരളത്തിൽ അച്ചടി ആരംഭിച്ചത് യൂറോപ്യന്മാരുടെ വരവോടു കൂടിയിട്ടാണ്. മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുവും തയ്യാറാക്കുന്നതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത് ജസ്യൂട്ട് മിഷണറിമാരാണ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. ഇനി മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് ആരാണ്? അർണോസ് പാദ്രിയാണ്. അർണോസ് പാദ്രി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പഠിച്ചല്ലോ, എന്താണ്? പുത്തൻപാന അല്ലെ, പുത്തൻപാന രചിച്ചത് അർണോസ് പാദ്രിയാണ്. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് ആര് തന്നെയാണ്? അർണോസ് പാദ്രിയാണ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. അപ്പൊ മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. അപ്പൊ ഇത്രയും പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് എന്താണ്? മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. മലയാള ഭാഷയിൽ ആദ്യം നിഘണ്ടു രൂപപ്പെടുത്തിയത് ആര് എന്ന് ചോദിച്ചാൽ അർണോസ് പാദ്രിയാണ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. അതുപോലെ മിഷണറിയായ ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റ് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവും പ്രസിദ്ധപ്പെടുത്തി. അപ്പോൾ മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു അർണോസ് പാദ്രിയാണെന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു രൂപപ്പെടുത്തിയത് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി ആണ്. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു പ്രസിദ്ധപ്പെടുത്തിയത് ഹെർമൻ ഗുണ്ടർട്ട് ആണ്. ഓക്കെ, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു പ്രസിദ്ധപ്പെടുത്തിയത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട് ആണ്. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയ രാജ്യസമാചാരം, പശ്ചിമോദയം എന്നിവ മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളാണ്. ഓക്കെ, ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ആണ് തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയതാണ് രാജ്യസമാചാരം, പശ്ചിമോദയം. ഇവയാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങൾ. അതുപോലെ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിന് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത് മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയാണ്. തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതി ഭായ് 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് പുറപ്പെടുവിച്ച വിളംബരം ശ്രദ്ധേയമാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതി ഭായ് ആണ് 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത്. അപ്പോൾ ചോദ്യം എങ്ങനെ വരാം? 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതി ഭായ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈമറി വിദ്യാഭ്യാസം ഗൗരി പാർവതി ഭായ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഗൗരി പാർവതി ഭായ്. അടുത്തത് കേരളം ഒരു ഭ്രാന്താലയം. മലബാറിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡ്ഢിത്തം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. സവർണർ നടക്കുന്ന വഴിയിൽ കൂടെ അവർണന് നടന്നുകൂടാ. ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ്. അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങൾ എന്ന് പറഞ്ഞത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. ഓക്കെ, സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണ് കേരളം ഒരു ഭ്രാന്താലയമാണ് എന്നുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അടുത്തത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങളും ആണ്. അപ്പോൾ അതിൽ നമ്മൾ മുന്നേ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് അനുവദിക്കാൻ ഉത്രം തിരുനാൾ മഹാരാജാവ് നിർബന്ധിതനായത്. അപ്പോൾ 1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് അനുവദിച്ചത് ആരാണ്? ഉത്രം തിരുനാൾ മഹാരാജാവാണ്. ഉത്രം തിരുനാൾ മഹാരാജാവ്. അതുപോലെ ഇവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് എന്ത് നടക്കുന്നത്? ശിവപ്രതിഷ്ഠ നടത്തുന്നത്. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് എന്ത് നടത്തുന്നു? ശിവപ്രതിഷ്ഠ നടത്തുന്നു.
അദ്ദേഹം അരുവിപ്പുറത്ത് ക്ഷേത്രത്തിനു മുന്നിൽ എന്താണ് രേഖപ്പെടുത്തിയിരുന്നത്? ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അപ്പോൾ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്? ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഇതാണ് എന്ത്? ശ്രീനാരായണ ഗുരു 1888 അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠയിൽ രേഖപ്പെടുത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ വേർഡ്സ് ആണ്: വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്നുള്ളത് ആരുടെ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനം അദ്ദേഹം സർവമത സമ്മേളനം വിളിച്ചുകൂട്ടുമ്പോൾ ആ പ്രഖ്യാപനത്തോടു കൂടിയാണ് ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ പ്രഖ്യാപനമാണ് എന്ത്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നുള്ളത് ശ്രീനാരായണ ഗുരുവിന്റെ പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തോടു കൂടിയാണ് അദ്ദേഹം ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയത്. അതുകൂടെ ഓർത്തിരിക്കുക. അതുപോലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. നടന്ന വർഷം 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്ന വർഷം ഏതാണ്? 1924. ടി.കെ. മാധവന്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചു. അപ്പോൾ വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. നേതൃത്വം നൽകിയത് ആരാണ്? ടി.കെ. മാധവനാണ്. അതിനെ അനുഭാവിച്ചുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അതുപോലെ തന്നെ അടുത്തതാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം എന്താണ്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നു. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1931. ഇമ്പോർട്ടൻ്റ് ആണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ആരാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? കെ കേളപ്പനാണ്. ഓക്കെ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. എ കെ ഗോപാലനായിരുന്നു സമരത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആര്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആരായിരുന്നു? എ കെ ഗോപാലൻ. ഓക്കെ, അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്ന വർഷം 1931. നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? എ കെ ഗോപാലനായിരുന്നു. ഈ സത്യാഗ്രഹത്തിൽ പി കൃഷ്ണപിള്ളയ്ക്ക് ക്രൂരമായ മർദ്ദനമേറ്റു. ഈ ജനകീയ സമരങ്ങളുടെ എല്ലാം ഫലമായിട്ടാണ് 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. അപ്പൊ അടുത്ത പോയിന്റ് കിട്ടി. എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936 നവംബർ 12 തിരുവിതാംകൂറിൽ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ 1936 നവംബർ 12 എന്ത് നടക്കുന്നത്? ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്. തുടർന്ന് മദിരാശി ക്ഷേത്രപ്രവേശന വിളംബര പ്രകാരം മലബാറിലും കൊച്ചി രാജാവിന്റെ വിളംബര പ്രകാരം കൊച്ചിയിലും എല്ലാ വിഭാഗക്കാർക്കും ആരാധനാ സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്? വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. അതിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? എ കെ ഗോപാലനായിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936 നവംബർ 12. അടുത്തത് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ. ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന് പറയുമ്പോൾ ഇവിടെ പഠിക്കാനുള്ളത് മലബാർ. 1-ാം ലോക യുദ്ധ കാലഘട്ടത്തിലാണ് മലബാർ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമായത്. 1-ാം ലോക യുദ്ധത്തിന്റെ കാലഘട്ടത്തിലാണ് മലബാർ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമായത്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 ആനി ബസന്റിന്റെ അധ്യക്ഷതയിൽ പാലക്കാട്ട് വെച്ച് നടന്നു. അപ്പോൾ ഒരു പോയിന്റ് കിട്ടിയ എന്താണ്? മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്? പാലക്കാട് വെച്ചിട്ടാണ്. ആരുടെ അധ്യക്ഷതയിലാണ്? ആനി ബസന്റിന്റെ അധ്യക്ഷതയിലാണ്. നടന്ന വർഷം 1916. അപ്പം മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം
1916 നടക്കുന്നത്. ആനി ബസന്റിന്റെ അധ്യക്ഷതയിലാണ്, പാലക്കാട് വെച്ചാണ് നടക്കുന്നത്. പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. KP കേശവ മേനോൻ, KP രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, K മാധവൻ നായർ, E മൊയ്തു മൗലവി, MP നാരായണ മേനോൻ എന്നിവരായിരുന്നു ഇക്കാലത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയത്. അപ്പോൾ കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണ്? KP കേശവ മേനോൻ, KP രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, K മാധവൻ നായർ, E മൊയ്തു മൗലവി, MP നാരായണ മേനോൻ എന്നിവർ. ഇവരൊക്കെയാണ് കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയിരുന്നത്. 1920 മഞ്ചേരിയിൽ നടന്ന അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ 1920 എന്ത് അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത് 1920 മഞ്ചേരിയിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ചാണ് ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ 1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോട്ടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് 1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോട്ട് എത്തുന്നത്. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഗാന്ധിജി കേരളത്തിലെത്തിയ വർഷം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? 1920 ഗാന്ധിജി മാത്രമല്ല ഷൗക്കത്ത് അലിയും എവിടെയാണ് എത്തുന്നത്? കോഴിക്കോടാണ് എത്തുന്നത്. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡന്റായും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് സെക്രട്ടറിയായും ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചു. അപ്പോൾ ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചത് ആരൊക്കെയാണ്? കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡന്റ്. അപ്പോൾ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ്. ഓക്കെ, കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ് ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് സെക്രട്ടറി. ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. അങ്ങനെ മലബാറിൽ പലയിടത്തും ബ്രിട്ടീഷുകാരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ സമരങ്ങളാണ് മലബാർ കലാപം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായിട്ട് മലബാറിലെ കർഷകരായ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. ഇതാണ് മലബാർ കലാപം എന്ന് വിശേഷിപ്പിക്കുന്നത്. മലബാർ കലാപം നടന്ന വർഷം ഏതാണ്? 1921. ഓക്കെ, മലബാർ കലാപം നടന്ന വർഷം 1921. 1930 നിയമലംഘന പ്രസ്ഥാനം മലബാറിൽ ശക്തമായി. 1930 നിയമലംഘന പ്രസ്ഥാനം എവിടെ ശക്തമാവുന്നത്? മലബാറിൽ ശക്തമാവുന്നത്. K കേളപ്പന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലും മുഹമ്മദ് അബ്ദുറഹിമാന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ടും ഉപ്പു നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി. K കേളപ്പന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലും മുഹമ്മദ്, അപ്പോൾ ഉപ്പു നിയമം ലംഘിച്ച്, ഓക്കെ, ഉപ്പു നിയമ ലംഘനത്തിന് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് ആരാണ്? K കേളപ്പനാണ്. കോഴിക്കോട് നേതൃത്വം നൽകിയത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹിമാനാണ്. പയ്യന്നൂര് നേതൃത്വം നൽകിയത് K കേളപ്പനും കോഴിക്കോട് നേതൃത്വം നൽകിയത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹിമാനും. അടുത്ത പോയിന്റ്, 1934 ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായിട്ട് മാറി. 1934 ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ചിട്ടാണ് പാർട്ടിയായിട്ട് രൂപപ്പെട്ടു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. 1939 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് രൂപപ്പെട്ടത്. 1939 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് രൂപപ്പെടുന്നത്. 1939 വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. EMS, AK ഗോപാലൻ, P കൃഷ്ണപിള്ള എന്നിവരായിരുന്നു പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ. അപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറുന്നത്. EMS, AK ഗോപാലൻ, P കൃഷ്ണപിള്ള എന്നിവരായിരുന്നു പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പൂക്കോട്ടൂർ യുദ്ധം. അതായത് നിസ്സഹകരണവും ഖിലാഫത്തും ശക്തമായ മലബാറിൽ 1921 മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം.
പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചതോടുകൂടിയാണ് കലാപം ആരംഭിച്ചത്. 3000-ലധികം ആളുകൾ പങ്കെടുത്ത കലാപം അമർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറെ പ്രയാസപ്പെട്ടു. യുദ്ധത്തിൽ 100 കണക്കിന് പേർ കൊല്ലപ്പെട്ടു. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, പൂക്കോട്ടൂർ യുദ്ധം എന്ന് പറയുന്നത്. അതായത് നിസ്സഹകരണവും ഖിലാഫത്തും ശക്തമായ മലബാറിൽ 1921-ലെ മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. പൂക്കോട്ടൂർ യുദ്ധം എന്ന് വെച്ചാൽ എന്താണ്? പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചതോടുകൂടിയിട്ടാണ് ഈ പൂക്കോട്ടൂർ യുദ്ധം ആരംഭിക്കുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഒരാളാണ്, ചേറ്റൂർ ശങ്കരൻ നായർ. ആരാണ് അദ്ദേഹം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയാണ് പാലക്കാട്ടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. അദ്ദേഹം പാലക്കാട്ടുകാരനാണ്. 1897-ലെ അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ 1897-ലെ അമരാവതി സമ്മേളനത്തിൽ ചേറ്റൂർ ശങ്കരൻ നായർ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് INC സമ്മേളനമാണ്? 1897-ലെ അമരാവതി സമ്മേളനത്തിലാണ്. അല്ലെങ്കിൽ 1897-ലെ അമരാവതി സമ്മേളനത്തിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. ദെൻ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചു. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരാം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ച മലയാളിയായിട്ടുള്ള INC നേതാവ് ആര്, അല്ലെങ്കിൽ INCയിലെ അംഗം ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ച INCയുടെ അധ്യക്ഷ പദവിയിലിരുന്ന മലയാളി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ. 1897-ലെ അമരാവതി സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ച മലയാളി ആരാണ്? അതും ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച അദ്ദേഹം ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചു. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ കിട്ടി, ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? അത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഗാന്ധി ആൻഡ് അനാർക്കി. ഓക്കെ, ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ഇത്രയും പോയിന്റ്സ് ഒന്നും വിട്ടുകളയാനില്ല, എല്ലാ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തിട്ട് പഠിക്കുക. മാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട മെമ്മോറാണ്ടം മഹാരാജാവിന് സമർപ്പിച്ചു. ഇതാണ് മലയാളി മെമ്മോറിയൽ എന്ന് അറിയപ്പെട്ടിരുന്നത്. 1896 ഡോക്ടർ പൽപു ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയലും മഹാരാജാവിന് സമർപ്പിച്ചു. അപ്പോൾ മലയാളി മെമ്മോറിയൽ അതിന്റെ വർഷം എപ്പോഴാണ് ആരംഭിക്കുന്നത്? 1891-ലാണ് മലയാളി മെമ്മോറിയൽ. അതിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ GP പിള്ളയാണ്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? 1896 ഡോക്ടർ പൽപു ആണ്. 1896 ഡോക്ടർ പൽപു ഈഴവ മെമ്മോറിയലിനും 1891 മലയാളി മെമ്മോറിയലിന് ആരാണ് നേതൃത്വം നൽകിയത്? ബാരിസ്റ്റർ GP പിള്ള. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. അപ്പൊ നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷം ഏതാണ്? 1932. അപ്പൊ ഇത് വലിയൊരു ചാപ്റ്റർ ആണ്, കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്നത്. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെയുണ്ട്. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, ഒഴിവാക്കാനായിട്ട് പാടില്ല. എന്തായാലും നല്ല രീതിയിൽ പഠിച്ചിരിക്കാം. നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷം ഏതാണ്? 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുന്നത്. NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്തരവാദ ഭരണത്തിനായുള്ള ഈ സമരം നടത്തുന്നത്. അപ്പോൾ നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ. NV ജോസഫ്,
PK കുഞ്ഞ്, C കേശവൻ എന്നിവരാണ് നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുന്നത്. അടുത്തത് 1938 പട്ടംതാണു പിള്ള പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടതോടുകൂടി, അപ്പോൾ എന്താണ് പട്ടംതാണു പിള്ള പ്രസിഡന്റ് ആയിട്ടുള്ള തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ട വർഷം ഏതാണ്? 1938. അപ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ട വർഷം 1938. പ്രസിഡന്റ് ആരാണ്? പട്ടംതാണു പിള്ളയാണ്. രൂപം കൊണ്ടതോടുകൂടി തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാകാൻ തുടങ്ങി. ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്നു പുന്നപ്ര വയലാർ സമരത്തോടെ തൊഴിലാളികളും രാഷ്ട്രീയ രംഗത്തേക്കും വന്നു. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന പോയിന്റ് എന്താണ്? പുന്നപ്ര വയലാർ സമരം നടക്കുന്നത് 1946. ഓക്കെ ആണല്ലോ. അപ്പൊ നിവർത്തന പ്രക്ഷോഭം 1932. നേതൃത്വം നൽകിയവർ NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊള്ളുന്നത്. പ്രസിഡന്റ് ആരാണ്? പട്ടംതാണു പിള്ളയാണ്. 1946 പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. അടുത്തത് കൊച്ചി. ദിവാനായ ഷൺമുഖം ചെട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന ഇലക്ട്രിസിറ്റി സമരത്തോടെയാണ് കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത്. എന്നാൽ തിരുവിതാംകൂറിലെ പോലെ കൊച്ചിയിൽ പ്രക്ഷോഭങ്ങൾ ശക്തമായിരുന്നില്ല. 1941 S നീലകണ്ഠ അയ്യർ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായ ശേഷം രാഷ്ട്രീയ സമരങ്ങൾ ശക്തിപ്പെട്ടു വന്നു. അപ്പോൾ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായത് ആരുടെ നേതൃത്വത്തിലാണ്? S നീലകണ്ഠ അയ്യർ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിലാണ്. വർഷം ഏതാണ്? 1941. ഓക്കെ, 1941 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമാകുന്നത്. ആരുടെ നേതൃത്വത്തിലാണ്? S നീലകണ്ഠ അയ്യർ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമാകുന്നത്. ഈ ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ, K അയ്യപ്പൻ തുടങ്ങിയവരായിരുന്നു കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ഈ ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ, K അയ്യപ്പൻ. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഈ ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ, K അയ്യപ്പൻ തുടങ്ങിയവരായിരുന്നു കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അടുത്തത് ഐക്യ കേരളത്തിലേക്ക്. ഒരേ ഭാഷ സംസാരിച്ചിരുന്നവരെങ്കിലും മലയാളികൾ 3 വ്യത്യസ്ത ഭരണമേഖലകളിലായി ഭിന്നിച്ചു കിടക്കുകയായിരുന്നു. 1920 നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ 1920 നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു. അപ്പോൾ 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത് എപ്പോഴാണ്? 1921 ഏപ്രിൽ 23 മുതൽ 26 വരെയാണ്. ഒറ്റപ്പാലത്ത് വെച്ചാണ് കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം, 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത്. 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ബാരിസ്റ്റർ T പ്രകാശം. അപ്പോൾ ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ബാരിസ്റ്റർ T പ്രകാശമാണ്. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ബാരിസ്റ്റർ T പ്രകാശമായിരുന്നു എന്തിന്റെ അധ്യക്ഷൻ? 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? ബാരിസ്റ്റർ T പ്രകാശം. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ബാരിസ്റ്റർ T പ്രകാശമാണ് അധ്യക്ഷൻ. തുടർന്ന് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വരുന്നത്. പിന്നീട് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചു. 1947 കേളപ്പന്റെ അധ്യക്ഷതയിൽ തൃശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷനിലും സ്വാതന്ത്ര്യപ്രാപ്തിക്കു ശേഷം ആലുവയിൽ വച്ച് ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിലും ഐക്യ കേരള പ്രമേയം പാസാക്കി.
ഇതേ തുടർന്ന് 1949 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കുന്നത്. ഓക്കെ, അപ്പൊ തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ച വർഷം ഏതാണ്? 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കുന്നത്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS നമ്പൂതിരിപ്പാട് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ച വർഷം 1949 ജൂലൈ 1 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? EMS ആണ്. അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ എന്താണ് പറയുന്നത്? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലൂടെ സൂചിപ്പിക്കുകയുണ്ടായത്. സംസ്ഥാന രൂപീകരണത്തിനായിട്ട് പ്രക്ഷോഭങ്ങൾ ശക്തമായതിനെ തുടർന്നാണ് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിക്കുന്നത്. കമ്മീഷന്റെ ശുപാർശ പ്രകാരം മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 1956 നവംബർ 1 എന്ത് കേരള സംസ്ഥാനം രൂപീകൃതമാവുന്നത്. 1956 നവംബർ 1 തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. ഓക്കെ, അപ്പൊ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതൊക്കെയാണ്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു. അപ്പൊ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുക്കുകയും തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു. ഇവിടെ തന്നിരിക്കുന്നത് ഐക്യ കേരള പ്രതിജ്ഞയാണ്. നോക്കാം. 3 മുറിഞ്ഞു കിടക്കുമീ കേരളം ഒന്നാക്കുമെന്നായി പ്രതിജ്ഞ ചെയ്യുന്നു നാം 125 ലക്ഷം കരൾകളിൽ ഒത്തു തുടിപ്പതി സത്യാക്ഷരങ്ങളാം 2.5 കോടി ബലിഷ്ഠഹസ്തങ്ങളിൽ സങ്കര തിങ്കലുണ്ടായുധമേന്തുവാൻ ധൈര്യമുണ്ടെങ്കിലെതിർത്തിനി നിൽക്കട്ടെ ദൈവാധികാരവും സന്ധിപ്പഴമയും ശക്തിയുണ്ടെങ്കിലെതിർത്തിനി നിൽക്കട്ടെ ധിക്കാര കാപട്യ മർദ്ദന ശക്തികൾ സ്വേച്ഛാധിപത്യം തകർത്തു ബഹുജന സ്വച്ഛന്ദ വാഴ്ച നടപ്പാക്കുമിങ്ങുന്ന ഒറ്റ ജനസഭ, ഒറ്റ നീതിന്യായം, ഒറ്റ സർക്കാരിനി കേരള ഭൂമിയിൽ. അപ്പോൾ ഈ ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ്? NV കൃഷ്ണവാര്യർ ആണ്. ഓക്കെ, ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ്? NV കൃഷ്ണവാര്യർ. അപ്പൊ ഇത്രയുമാണ് കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ ഇതോടുകൂടിയിട്ട് നമ്മുടെ എന്താണ് SCERT പാഠങ്ങൾ, നമ്മുടെ കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന മുഴുവൻ സിലബസ് പ്രകാരമുള്ള മുഴുവൻ ടോപ്പിക്സും വരുന്ന SCERT പാഠപുസ്തകങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. SCERTയിലെ എല്ലാ ചാപ്റ്ററും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. SCERT ഫാക്ട്സ് എല്ലാം ആയിട്ടുണ്ട്. ഇനി അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ നോട്ട്സ് തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.